ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് നോട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് ഞാൻ എൻ്റെ നോട്ടുകൾ തയ്യാറാക്കാറുള്ളത്. അതെങ്ങനെയാണ് നോട്ട്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എഴുതുന്നത് കാണിക്കാം. പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നോട്ട്സ് തയ്യാറാക്കാറ്. ഇങ്ങനെ പല നോട്ട്സും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തന്നെ കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ പലതരത്തിലുള്ള നോട്ട് അതുപോലെ തന്നെ എങ്ങനെ എഴുതുന്നു എന്നും കാണിക്കാം. ചീഫ് നാഷണൽ ആക്ടിവിറ്റീസ് ഇയർ ഓർഡറിൽ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരുന്നത്. ഇങ്ങനെ നോട്ടുകൾ തയ്യാറെടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പേജിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ റിവിഷൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതുപോലെ മറ്റൊന്നായിരുന്നു സിന്ധു നദിയുടെ കേന്ദ്രങ്ങൾ. ഇത് ഞാൻ ഷെയർ ചെയ്തിരുന്നു സ്റ്റോറീസിലൊക്കെ. ഈ ഒരു നോട്ടൊക്കെ കമ്മ്യൂണിറ്റി ടാബിലും ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ നോട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമും കമ്പനി ബോർഡും ഒക്കെ വന്നപ്പോൾ തയ്യാറാക്കിയതാണ്. LDCക്കും VEOയ്ക്കും ഒക്കെ ഉള്ള നോട്ട്സ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളും ഇതുപോലെ നോട്ട്സുകൾ ഉണ്ടാക്കുക. ഒരു തവണ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. മൈ നോട്ട് ബുക്കിൻ്റെ വീഡിയോസ് എല്ലാം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. LGSന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, വേറെ ഒരു കോഴ്സായിട്ട്. നോട്ടുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള കുറച്ച് സാമ്പിൾസ് കാണിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഫയൽസിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. L ഷേപ്പ്ഡ് ഇങ്ങനെയുള്ള ഫയൽസിൽ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ടോപ്പിക് അനുസരിച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് നോട്ട്സ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരേ ടോപ്പിക് ഉള്ളത് ഒരു ഫയലിൽ തന്നെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റിവേഴ്സ് ഓഫ് ഇന്ത്യ, ഇതിപ്പോൾ ജോഗ്രഫി ക്ലാസ്സിൻ്റെയാണ്. ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം ലേക്സ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഓരോന്നായിട്ട് ഓരോ പേപ്പറിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ഒരു A4 ഷീറ്റിൽ കംപ്ലീറ്റ് എഴുതിയിട്ട് അത് ഷോർട്ടാക്കി എഴുതിയാൽ മതി. നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി കളറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. ഒരേ പാറ്റേൺ തന്നെ പിന്തുടരാതെ പല രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബുള്ളറ്റായിട്ട് എഴുതുകയോ അല്ലെങ്കിൽ താഴെ റൗണ്ട് ചെയ്ത് എഴുതുകയോ അല്ലെങ്കിൽ ക്ലൗഡ്സ് വെച്ച് എഴുതുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സോ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നോട്ട്സാണ്. പിന്നെ ഇത് വളരെ ഇൻസ്റ്റൻറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്മോൾ നോട്ട്സാണ്. A4 ഷീറ്റ് ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ പഠിപ്പിക്കാൻ യൂസ് ചെയ്ത അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ട്സാണിത്. ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ടെക്നിക്കൽ എക്സാംസിന് വേണ്ടിയിട്ട് MEDC എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതിലിതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും മറ്റ് എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളൊക്കെയാണ്. ഇത് മലയാളത്തിൻ്റെ നോട്ട്സുകളാണ്. മലയാളത്തിന് ഞാൻ പണ്ട് ഇതുപോലെ കോച്ചിങ്ങിന് വേണ്ടിയിട്ടൊരു സെൻറ്റർ നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മലയാളത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ നോട്ട്സാണിത്. അപ്പോൾ നമുക്ക് ഇത് മറ്റുള്ള ടെക്നിക്കൽ എക്സാംസിന് വേണ്ടിയിട്ട് വെറുതെ തയ്യാറാക്കിയ ഷോർട്ട് നോട്ട്സൊക്കെയാണ്. ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബുക്സ് കാണിക്കാം. ചെറിയ ബുക്സിലും നമുക്ക് നോട്ട്സ് എഴുതാം. ഇത് കറണ്ട് അഫെയർസ് എഴുതിയിരിക്കുന്നതാണ്. ഒരു A4 ഷീറ്റിലാണ് ഇപ്പോൾ നമ്മൾ നോട്ട് എഴുതാൻ പോകുന്നത്. ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ NCERTയുടെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ജോഗ്രഫി, സോഷ്യൽ സ്റ്റഡീസ് ആണ്. അതിനകത്ത് ജോഗ്രഫി ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. മേജർ ലാൻഡ് ഫോംസ് ഓഫ് ദ വേൾഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മറിച്ച് നോക്കി പ്രധാനപ്പെട്ട ഹെഡിങ്സ് ഒക്കെ നോക്കുക. അപ്പോൾ ഇവിടെ മൗണ്ടെയിൻസ്, അതുപോലെ തന്നെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇവിടെ പ്ലേറ്റോസ്, അതുപോലെ പ്ലെയിൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ്, അതാണ് മെയിൻ ഹെഡിങ് വരുന്നത്. അപ്പോൾ മെയിൻ ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മെയിൻ ടോപ്പിക്ക് ഒന്നുകിൽ സെൻറ്ററിൽ എഴുതുക, അത് എത്രയും സ്പേസ് ഉണ്ടാവും എന്നുള്ളൊരു കണക്കിൽ. അപ്പോൾ സെൻറ്ററിൽ എഴുതിയ ശേഷം ബാക്കിയുള്ളതെല്ലാം ചുറ്റുമായിട്ട് എഴുതുക. ഇപ്പോൾ ഇവിടെ ഞാൻ മേജർ ലാൻഡ് ഫോംസ് സെൻറ്ററിൽ എഴുതി, ബാക്കി പ്ലെയിൻസ്, അതുപോലെ തന്നെ പ്ലേറ്റോസ്, അതുപോലെ മൗണ്ടെയിൻസ് ഒക്കെ ചുറ്റും എഴുതി റൗണ്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ
നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബുക്സ് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പോൾ ഞാൻ കൂടുതലും GK പോർഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും പിന്നെ ക്ലാസ് എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ A4 ഷീറ്റിലാണ് ചെയ്യാറ്. പിന്നെ അല്ലാതെ നോട്ട്സിലും ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാംസിനൊക്കെ ഞാനും പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഞാനും ബാക്കി ബുക്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ബുക്സ് കിട്ടും, കുറച്ച് പേജസുള്ള, ഞാൻ കാണിക്കാൻ ലാസ്റ്റ്. അപ്പോൾ ഇതുപോലെ നോട്ട്സുകൾ തയ്യാറാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വലുതാക്കി ഒരു പേജിൽ ഉൾക്കൊള്ളിക്കാം. ഇങ്ങനൊരു പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും, റിവൈസ് ചെയ്യുമ്പോഴും എളുപ്പമായിരിക്കും. ഫുള്ള് നമ്മളൊരു പേജിൽ എഴുതി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ പിക്ടോറിയലായിട്ട് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് രീതിയിൽ, ബുള്ളറ്റ്സ് രീതിയിലൊക്കെ വരച്ചിടുക. അപ്പോൾ അത് വളരെ പ്രയോജനമായിരിക്കും ഓർമ്മ നിലനിർത്താനായിട്ട്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെ ഓർത്തിരിക്കാമെന്ന്. പിന്നെ ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വേറെ എവിടെയെങ്കിലും വായിക്കുമ്പോൾ കിട്ടുന്ന അഡീഷണൽ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ദിവസം ചെയ്യാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ടോപ്പിക്സ് എഴുതി വെക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന ടോപ്പിക്കിൽ വീഡിയോ എഴുതണം എന്നൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് കുറിച്ച് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു വെക്കും. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിലും ഒരു എക്സാം വന്നു, ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്പോൾ അതൊക്കെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഞാനിവിടെ കാണിക്കാം. സൈഡിൽ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നോട്ട്സുകൾ തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നോട്ട്സ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മൈ നോട്ട്ബുക്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കമൻസൊക്കെ നിങ്ങൾ അറിയിക്കുക. ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ കയ്യിലുള്ള നോട്ട്സിൻ്റെ സാമ്പിൾസ് കുറച്ചുകൂടി ഞാൻ കാണിക്കാം. അത് ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ നാഷണൽ ഇൻസിഗ്നിയ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് ബയോളജി നോട്ട്സ്, അതുപോലെ GK നോട്ട്സ് ആണ്. ഇത് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമർ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, അങ്ങനെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട പോർഷൻ. ഇത് ആദ്യം കണ്ട പോലെ ചീഫ് നാഷണൽ ആക്ടിവിറ്റീസ് ആണ്, ആ ഒരു ഇയർ വൈസ്. ടൈപ്പ് ഓഫ് സോയിൽസ് ആണ്, ബ്ലാക്ക് സോയിൽ ബ്ലാക്ക് കളറിലും റെഡ് സോയിൽ റെഡ് കളറിലും ഒക്കെ കൊടുത്തു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായി 7510893107 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജോ ടെലിഗ്രാം മെസ്സേജോ ചെയ്യാവുന്നതാണ്. താങ്ക്